നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഉണ്ണി ജോർജ്. വെൽക്കം ടു Omkv ഫിഷിംഗ്. കുറേ ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും ഇല്ല. എല്ലാവർക്കും ഭയങ്കര പരിഭവമാണ്. ശരി, കാര്യം എനിക്ക് നല്ല സുഖമില്ലായിരുന്നു, ചുമയൊക്കെ ഉണ്ടായിരുന്നു, പനി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി വരാൻ കുറച്ച് സമയം എടുത്തു. 2 ആഴ്ചയായി ഫുള്ള് റെസ്റ്റൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോസ് ഒന്നും ഇടാറുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോസ് ഇടാം. അപ്പോൾ നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടി വന്നേക്കണേണ്. എന്തിനെ പിടിക്കാനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു പാലത്തിൻ്റെ പൊക്കത്താണ്. പാലത്തിൻ്റെ താഴത്തേക്ക് ചൂണ്ടയിട്ടാൽ സാധാരണ കൂരി കിട്ടും, പിന്നെ എന്തെങ്കിലുമൊക്കെ വശകേടിന് കിട്ടി. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൽ വന്നപ്പോൾ കണ്ടത് കോലാനൊക്കെ ഉണ്ട്. കോലാൻ, അത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയണമെന്ന് അറിയില്ല, നീളത്തിലിരിക്കും ആ സാധനം. അത് വെള്ളത്തിൻ്റെ മുകളിലുണ്ട്. അപ്പം അതിനെ നമുക്ക് സിമ്പിളായിട്ട് പിടിക്കാം. അപ്പോൾ അതിന് ചെറിയൊരു പണിയുണ്ട്. അപ്പോൾ അതെങ്ങനെ കോലാനെ പിടിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ ഇട്ട് കോലാനെ പിടിക്കാം. കോലാനെ പിടിച്ചിട്ട് കിട്ടിയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇട്ട് തന്നെ അതിനെ ഫ്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കോലാനെ പിടിക്കുന്നത്. താഴത്ത് ഒഴുക്കിനനുസരിച്ച്, അങ്ങോട്ടാണ് ഒഴുക്ക്, ആ ഒഴുക്കിനനുസരിച്ച് കോലാൻ ഇങ്ങനെ കളിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് നമ്മൾ ഇട്ട് കൊടുത്താൽ അവൻ പിടിക്കും എന്നാണ് വിചാരിക്കണം. അവനെ നമുക്ക് സുഖമായിട്ട് പിടിക്കാൻ പറ്റും എന്ന് തോന്നുന്നു. കോലാനെ പിടിക്കാൻ വേണ്ടി കൊളുത്ത് നമ്മൾ കെട്ടുമ്പോൾ ഇതേപോലെ കെട്ടണം. ഒരു ഊരാക്കുടുക്ക് ഇട്ട് കെട്ടിയ പോലെ കെട്ടണം. അതായത് ഇവൻ വായിൽ ഇവൻ പെട്ടെന്ന് തുപ്പിക്കളയും. അപ്പോൾ കടിച്ച് അവൻ തുപ്പിക്കളഞ്ഞാലും പോകാതിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു കെട്ടാണ് ശരിക്കും കെട്ടണ്ട. പിന്നെ നമ്മൾ ഒരടി നീളത്തിൽ ടങ്കീസ് എടുക്കുക, ആ ഒരു പൊങ്ങിടുക, പിന്നെ അറ്റത്ത് തിരിയനിടുക. അപ്പം ഇങ്ങനെ വെച്ചിട്ടാണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ദൂരത്തേക്ക് എറിഞ്ഞിടാനാണെങ്കിൽ ഒരു വെയിറ്റും കൂടി നമുക്കിവിടെ പിടിപ്പിക്കാം. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഒഴുക്കുള്ളതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്തെന്നാൽ അങ്ങോട്ട് പോയിക്കോളും, പൊങ്ങിനനുസരിച്ച് പോയിക്കോളും. അപ്പോൾ കോലാനെ പിടിക്കാനായിട്ട് നമുക്ക് എപ്പോഴും ചെമ്മീൻ തന്നെയാണ് ബെസ്റ്റ്. അപ്പോൾ ഞാൻ ചെമ്മീൻ ചെറുതാക്കിയാണ് ഇടണം. അപ്പോൾ ചെമ്മീൻ ഇടാം. ചെറിയ കൊളുത്ത് വേണം കോലാനെ പിടിക്കാനായിട്ട്. അപ്പോൾ ചെമ്മീൻ തന്നെ ഇടണം. എന്നിട്ട് ഈ സാധനം ഇട്ടിട്ട് അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒഴുക്കുള്ളത് കൊണ്ട് ഒഴുക്ക് അങ്ങോട്ട് കൊണ്ടുപോയിക്കോളും. കോലാനെ പിടിക്കാനാണ് വന്നത്. പക്ഷെ കോലാൻ കിട്ടുന്ന ലക്ഷ്യം കാണല്ല. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും മീൻ നോക്കാം. വേറെ എന്തെങ്കിലും മീൻ കിട്ടുമോ നോക്കാം. അപ്പോൾ അതിന് കിട്ടുകയാണെങ്കിൽ അതിന് നമുക്ക് ഓർക്കാം. പക്ഷെ കോലാൻ പിടിക്കേണ്ടതാണ്. എന്താണെന്നറിയില്ല, കോലാൻ പിടിക്കണില്ല. ഇനി ഈ പൊങ്ങിൻ്റെ കളർ വ്യത്യാസം കൊണ്ടാണോന്നറിയില്ല, പിടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത മീൻ നോക്കാം. നമ്മൾ പരിപാടി ഒന്ന് മാറ്റി പിടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ലൂറിടാന്ന് വിചാരിച്ചു. കാലത്തിന് നമ്മൾ ലൂറ് ഷാടൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ എന്തെങ്കിലും കിട്ടുമോ നോക്കാം.
അടുവല്ല, ഇത് വേറെ ഏതോ ഒരു മീനാണ്. വെറൈറ്റി ഫിഷാണ്. എന്ത് മീനാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പോലെ. എന്തായാലും നമുക്ക് ഇവനെ പണി കൊടുത്തേക്കാം. വെട്ടിത്തേച്ച് ക്ലീനാക്കി വറുത്തെടുക്കാം, കുഴപ്പമില്ല. നല്ല ചെതമ്പലൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത മീനാണ്. എന്റെ പൊന്നോ, മീനടിച്ച് കല്ലിൻ്റെ ഇടയിൽ കയറിയതാണ്. ഇനി വന്നെങ്കിൽ മീൻ കല്ലിൻ്റെ ഇടയിൽ നിന്ന് പുറത്തായിട്ട് വരണം, അല്ലെങ്കിൽ നമ്മൾ ചൂണ്ട പൊട്ടിച്ചെടുക്കണം, അല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇതേതുണ്ട, പേരറിയാത്തൊരു മീൻ, പിന്നെ ഒരു കറുവപ്പ്, പിന്നെ ഒരു കൂരിയും കിട്ടിയായിരുന്നു. നമുക്കത് പോന്നപ്പോൾ കിട്ടി. അപ്പം ഇതാണ് നമ്മളിന്ന് വറുക്കാൻ വേണ്ടിയാണ് പോണത്. കാര്യം അവിടെ പോയിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. രണ്ടുമൂന്ന് രീതിയിൽ നമ്മൾ ട്രൈ ചെയ്ത്, പക്ഷെ കിട്ടിയില്ല. അപ്പം ചുമയൊക്കെ മാറി നമ്മൾ വന്നപ്പം ഇതാണ് കിട്ടിയത്. അപ്പോൾ നമ്മളുള്ളത് വെച്ചൊക്കെ ചെയ്യുന്നു. അപ്പം നമ്മൾ ഫ്രൈ ചെയ്യാനാണ് പോണത്. അപ്പോൾ അടുപ്പൊന്നും കൂട്ടുന്നില്ല, നമ്മൾ സ്റ്റൗ ഉണ്ട്, സ്റ്റൗവിൽ വെച്ച് കത്തിച്ചാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഇതിന് ഒരു ചെറിയൊരു മസാല കൂട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാശ്മീരി ആണ് ഇടുന്ന. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നാരങ്ങയും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പിഴിഞ്ഞിടാം. അപ്പം ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇതങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മസാല അങ്ങോട്ട് നൈസായിട്ട് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വയറ് കീറിയിട്ടുണ്ട്, വയറ്റിലൊക്കെ കുറച്ച് തേച്ച് കൊടുത്താൽ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ സംഭവം 3 മീൻ നമ്മൾ പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മസാല ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അത് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് വറുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ പുതിയൊരു ഫ്രൈ പാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നോൾട്ടയുടെയാണ്. നോൾട്ട വെച്ചാൽ അടുക്കള കൊട്ടാരമാകുമെന്നൊക്കെ പറയണം. പക്ഷെ നമ്മൾ അടുക്കള വെച്ചല്ലല്ലോ കുക്ക് ചെയ്യണം, പറമ്പിലല്ലേ. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ വലിയ മീനിനെ തന്നെ അങ്ങോട്ട് ഇറങ്ങി. ചെറിയ മീൻ, മൂന്നും കൂടി നമ്മൾ ഒരുമിച്ചിട്ട് തന്നെ അങ്ങോട്ട് വറക്കുന്നത്. അപ്പം നമുക്ക് ഇനി പിന്നെയും ഇട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ, അതുകൊണ്ട്.
അപ്പോൾ നമുക്ക് മീനൊന്നും നൈസായിട്ട് മറിച്ചിട്ട് നോക്കാം. പുതിയ സാധനമായതുകൊണ്ട് കിടന്ന് പാളിക്കളിക്കും. അടിപൊളിയായിട്ടുണ്ട്. നൈസായിട്ട് ഇതൊരു കരിഞ്ഞു. പുതിയ ഇതായതുകൊണ്ട് നമുക്ക് അതിൻ്റെ കറുത്ത അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ മീൻ ഏതാണ്ടൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനിനെ അങ്ങോട്ട് പയ്യെ എടുക്കുന്നതാണ്. കൊണ്ടോടാ. അപ്പോൾ നമ്മൾ മീനിനെ പയ്യെ വേറെ പ്ലേറ്റിലേക്ക് മാറ്റുന്നതാണ്. നമ്മൾ ഫ്രൈ മാത്രമല്ല, വേറൊരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. കൊള്ളാം, നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ നോൾട്ടയുടെ പാത്രം കൊള്ളാം, നല്ല പാത്രമാണ്. നല്ലോണം അടിക്കൊന്നും പിടിക്കാണ്ട് അല്ല, നല്ലോണം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. കൊള്ളാം, നല്ലൊരു പാത്രം ഇട്ട് തന്നെയാണ് എനിക്ക് തോന്നണത്. അപ്പോൾ ഇനി വേറൊരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മീൻ വറുത്ത എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് സവാള, കുറച്ച് തക്കാളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാമെന്നാണ്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും അത്യാവശ്യം വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനിന് ഉണ്ടാക്കിയ മസാലയുടെ ബാക്കി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഇതിലോട്ടോട്ട് അങ്ങോട്ട് ഇടണം കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോസ് സംഭവം അത്യാവശ്യം നമ്മൾ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് മതി, ഡ്രൈ സാധനമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീൻ എടുത്ത് സോസ് നമുക്ക് അതിൻ്റെ പുറത്തൊക്കെ ഒഴിച്ച് സംഭവം നമുക്ക് കഴിക്കാം. അപ്പം നമ്മുടെ മീനിൻ്റെ പുറത്തായിട്ട് നമ്മുടെ സോസ് പോലത്തെ തക്കാളിക്കറി പോലത്തെ OMKVയുടെ ഒരു ഐറ്റം. അപ്പോൾ അതും ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ പയ്യിടണേ. ഓക്കെ, പിന്നെ ഇനി ഇതിൻ്റെ പുറത്തായിട്ട് കുറച്ച് നമ്മുടെ സവാള കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സവാള നമുക്ക് വെറുതെ വറുത്ത മീനിൻ്റെ പുറത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇടാം. ഇവിടെ ഇരിക്കട്ടെ. പിന്നെ അതെ ഒരു വേപ്പലുണ്ട്. ഇനിയിപ്പം ഡെക്കറേറ്റ് ചെയ്തില്ലെന്ന് പറയണ്ട, 2 വേപ്പലുണ്ട്. ഓക്കെ, ഇപ്പോൾ കളറായില്ലേ. അപ്പോൾ ഇനി ഇത് ഞാൻ പയ്യെ ഇനിയിപ്പം ഒരു ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട്. അത് നമ്മുടെ നാരങ്ങ ഇതിങ്ങനെ വറുത്ത മീനിൻ്റെ പുറത്തിട്ടും നമ്മുടെ തക്കാളിയുടെ പുറത്തിട്ടും എല്ലാത്തിൻ്റെ പുറത്തിട്ടും കുറച്ച് നാരങ്ങയും കൂടി അങ്ങോട്ട് പിഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവനെ പതുക്കെ അങ്ങോട്ട് നൈസായിട്ട് കഴിച്ചു നോക്കാം. ഇത് ഇവിടെ ഇരിക്കട്ടെ നാരങ്ങ. ഓക്കെ, അപ്പോൾ നമ്മൾ മീൻ കഴിച്ചു നോക്കാൻ വേണ്ടി പോണേണ്. ഓക്കെ, അപ്പം നമുക്ക് ആ പേരറിയാത്ത നമ്മുടെ മീനിനെ തന്നെ ആദ്യം കഴിച്ചു നോക്കാം. കൊള്ളാം, നല്ല മാംസം ഉണ്ട് കേട്ടോ. മീൻ പേരറിയാൻ പാടില്ലെങ്കിൽ നല്ല മാംസമുള്ള മീൻ. അപ്പോൾ അത് നമ്മുടെ ഇതിൻ്റെ അകത്ത് മുക്കിയിട്ട് അധികം എടുക്കുന്ന ഇട്ട് കണ്ട. കൊള്ളാം, നല്ല സൂപ്പറാണ്. സൂപ്പറാണ്ടാ ഈ മീൻ. കൊള്ളാലോ, ശരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് പെട്ടിട്ടില്ല ഇവർ. കൊള്ളാട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്, നല്ല സൂപ്പർ മാംസം ഉണ്ട്. കിടില.
സൂപ്പറാണ് കിട്ടില്ലേ. ഇനി നമ്മുടെ കറുപ്പ് സാധാരണ ചെറുതിനെ കിട്ടിയ കളയാറാണ്, വിട്ടു കളയാറാണ് പതിവ്. പക്ഷെ ചെറുതിനെ നമ്മൾ ഫ്രൈ ചെയ്തെന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് നമ്മുടെ പ്രമുഖ മീൻപിടുത്തക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ കറുപ്പിനെ കൂടി അങ്ങോട്ട് സൂപ്പർ. കറുപ്പ് അല്ലെങ്കിലും പൊളിയാണല്ലോ. ആ പുളിയും എല്ലാം കൂടി വന്നപ്പോൾ കണ്ട അടിപൊളി. കൂവി പിന്നെ നമുക്കറിയാം, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്കറിയാം. എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് കഴിച്ച് കാണിക്കാം. നല്ല എണ്ണയുണ്ട്. അടിപൊളി, കൂടി അടിപൊളിയാണ്. അപ്പം നമ്മുടെ സോസും നല്ല സൂപ്പറായിട്ടുണ്ട്. സോസ് തക്കാളിക്കറി പോലത്തെ സോസും നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റുമോ? പിന്നെ ഒന്നും നോക്കണ്ട, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ എത്രത്തോളം നല്ല ഭംഗിയായിട്ട് എടുക്കാൻ പറ്റി എന്നെനിക്കറിയില്ല, എന്നാലും നമ്മൾ പറ്റാവുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ പേരറിയാത്ത മീനിനെ പിടിച്ച് വറുത്തത്.